ഇന്നലെ വളരെ സങ്കടകരമായ വാർത്തയുണ്ടായി. ഇടപ്പള്ളിയിൽ ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. പോലീസ് അന്വേഷണം തുടരുകയാണ്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. നിങ്ങൾക്കറിയുന്നത് പോലെ കൂട്ടുകാരുമായി പന്തയം വെച്ച് ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ കയറിയാണ് ഈ ഈ ഈ വിദ്യാർത്ഥി മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് അതിൻ്റെ ഈ വാർത്തയുടെ അപ്ഡേറ്റ് നമുക്ക് നൽകും ഈ പ്രഭാതത്തിൽ. അശ്വിൻ, ഗുഡ് മോർണിംഗ്. വളരെ സങ്കടകരമായ കാര്യമായിരുന്നു. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നത്? വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. സുഹൃത്തുക്കളുമൊത്ത് മറ്റൊരു സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് പോണേക്കര സ്വദേശിയെ ആന്റണി ജോസ് എന്ന 17 വയസ്സുകാരൻ, ഒന്നാം വർഷ BCA വിദ്യാർത്ഥി ട്രെയിനിന് മുകളിൽ കയറുന്നതിനിടെ ഷോക്കേറ്റ് മരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ അപകടം നടന്ന സംഭവ സ്ഥലത്താണ്. പോലീസ് പറയുന്നതനുസരിച്ച് ഇന്നലെ ഈ അപകടം ഉണ്ടാകുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. ഈ സമയത്ത് മറ്റാരും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ട്രെയിനിന് മുകളിലൂടെ വിദ്യാർത്ഥി ഒപ്പം ഉണ്ടായിരുന്ന അവരുമായി ഒരു പന്തയം വെച്ചാണ് ആന്റണി ജോസ് ആദ്യം കയറിയത് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതായത് മറ്റുള്ള ഒപ്പം ഉണ്ടായിരുന്ന 4 പേർ അവർ ട്രെയിനിന് സൈഡിൽ കൂടി ട്രാക്ക് മുറിച്ചു കടന്നു. പക്ഷേ ആന്റണി ജോസ് മാത്രം ഞാൻ ഇതിന് മുകളിൽ കൂടി വരാം എന്ന് ഒപ്പം ഉണ്ടായിരുന്നവരോട് പറഞ്ഞ ഈ ട്രെയിനിന്റെ സൈഡ് വശത്തുണ്ടായിരുന്ന സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറും വഴി മുകളിലുണ്ടായിരുന്ന വൈദ്യുതി ലൈനിൽ തല തട്ടിയാണ് ആന്റണി ജോസ് താഴേക്ക് തെറിച്ചു വീഴുന്നത്. വലിയ അമിത വൈദ്യുതി അതിലൂടെ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഷോക്കേറ്റ് 85% ആന്റണിക്ക് പൊള്ളലേക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ട്രാക്കിലേക്ക് വീഴുന്ന വഴി ആന്റണിയുടെ തല ട്രാക്കിലിടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തലയ്ക്കും ഗുരുതര പരിക്കുണ്ട്. എന്തായാലും 7:30 മരണം സ്ഥിരീകരിച്ചു. അതിന് പിന്നാലെ ഈ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളെ കാണാൻ ഉണ്ടായിരുന്നില്ല. അവരുടെ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അവിടെ 4 പേരുടെ മൊബൈൽ ഫോണുകൾ ഓഫാണ് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ വീട്ടുകാരുമൊക്കെ പോലീസ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ എന്തായാലും എളമക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഒപ്പം RPFന്റെ സഹകരണത്തോടുകൂടിയാണ് അന്വേഷണം നടക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ ഏത് സാഹചര്യത്തിലാണ് ട്രാക്ക് മുറിച്ചു കടക്കാൻ ഈ ഒരു ഗുഡ്സ് ട്രെയിനിന് മുകളിലേക്ക് കയറിയതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒപ്പം ഈ സമീപത്തെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നതുമുണ്ട്. ഇവിടെയാണ് അപകടം നടക്കുന്നത്. ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ ഇതിനറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിച്ച ശേഷമാണ് ആന്റണി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റോളം അതിന് കാലതാമസം എടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് SKN കേസെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അശ്വിൻ.